ആരോഗ്യവും നിറഞ്ഞതാണ്. മുത്തശ്ശിയുടെ അടുക്കളയിൽ നടന്നു മനോഹരമായൊരു കളി. തേങ്ങാ പൊറോട്ടയിൽ ഒളിച്ചിരുന്നു രുചികരമായൊരു വാർത്ത. അത് പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടായിരുന്നു യഥാർത്ഥ സന്തോഷത്തിന്റെ ആഘോഷം. ഇവിടെ രുചി പഞ്ചസാര കൊണ്ട് മാത്രം കിട്ടുന്നതല്ല, ഓരോ പ്രാർത്ഥനയും കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും നടക്കുന്നു. വീട്ടാപ്പൂരെന്ന കളി നിറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ കാണുന്ന പുലർച്ച, ചിരി, ക്ഷേത്രത്തിൽ നിന്നുമുള്ള മണിനാദം, പക്ഷികളുടെ ശബ്ദം, പിന്നെ ഓരോ വീട്ടിൽ നിന്നും രാവിലത്തെ ഭക്ഷണത്തിൽ നിന്നും വരുന്ന മണം. കുട്ടികൾ സ്കൂൾ ബാഗ് എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കടക്കാരൊക്കെ അവരുടെ കടകൾ തുറന്നു. പിന്നെ വയസ്സായ ആളുകൾ കൂടിയിരുന്നു കൊണ്ട് സന്തോഷമായി സംസാരിച്ചു കൊണ്ടിരുന്നു. ഇതേ ഗ്രാമത്തിൽ ഗോലു എന്നു പേരുള്ള 8 വയസ്സ് കുട്ടി തന്റെ മുത്തശ്ശിയോടൊപ്പം ഇരിക്കുകയാണ്. ഇത് രാവിലെ സമയമാണ്. ഗോലുവിന്റെ മുത്തശ്ശി പൂജ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഗോലു ദൈവത്തിന്റെ ശില്പത്തിനു മുന്നിൽ കൈകൂപ്പി വണങ്ങി ഇരുന്നു കൊണ്ടിരുന്നത്. മുത്തശ്ശി നോക്കൂ, എപ്പോഴത്തെയും പോലെ ഞാൻ വേഗം എണീറ്റ് പൂജയ്ക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ വേഗം എനിക്ക് ലഡു തരൂ. എനിക്കറിയാം ഗോലു, നീ ഈ പൂജയ്ക്ക് വരുന്നത് ലഡു കഴിക്കാൻ വേണ്ടിയാണെന്ന്. എത്ര വട്ടം പറയണം മധുരം കുറച്ചു കഴിക്കെന്ന്. പക്ഷെ ദൈവത്തിന്റെ പ്രസാദം കഴിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് കുട്ടി ഗോലു പാത്രത്തിലുണ്ടായിരുന്ന എല്ലാ ലഡുവും എടുക്കാൻ തുടങ്ങി. മുത്തശ്ശി ചിരിച്ചുകൊണ്ടിരുന്നു. ഏ ഗോലു, ദൈവത്തിന് ആദ്യം പടയ്ക്കണം മോനെ. മുത്തശ്ശി, നിങ്ങളല്ലേ പറയുന്നത് കുട്ടികൾ ദൈവത്തിന്റെ രൂപമാണെന്ന്. മുത്തശ്ശി ചിരിക്കാൻ തുടങ്ങി. ഗോലു ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. കുറച്ചു സമയത്തിനകം ഗോലുവിന്റെ കൂട്ടുകാർ ചിന്റുവും മിന്റുവും അവിടേക്ക് വന്നു. വാ ഗോലു, എന്താ മറന്നുപോയോ? ഇന്ന് നമ്മുടെ മാച്ചുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നീ എപ്പോഴും എന്തെങ്കിലും കാരണം പറയും. വേഗം വാ, നീ ഇല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ആള് കുറയും. നിന്റെ കൂട്ടുകാർ നിന്നെ കളിക്കാൻ വിളിക്കുന്നു, നീ എന്താ പോകാത്തത്? കാലം ഒരുപാട് മാറിപ്പോയി. എന്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ പുറത്തു ചെന്ന് ഒരുപാട് കളിക്കും. എന്റെ അമ്മ പറയും, ഇങ്ങനെ കളിക്കുന്നത് കൊണ്ടും ചാടുന്നത് കൊണ്ടും ശരീരം ആരോഗ്യമായിരിക്കുമത്രേ. ഗോലു ഒരു മടിയനായ കുട്ടിയാണ്. അവന് ആഗ്രഹമില്ല. എന്നാലും മുത്തശ്ശി പറഞ്ഞത് കേട്ടിട്ട് ചിന്റുവിന്റെ കൂടെയും മിന്റുവിന്റെ കൂടെയും ക്രിക്കറ്റ് കളിക്കാൻ ചെന്നു. ചിന്റു, മിന്റു, ഗോലു 3 പേരും ചേർന്ന് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം ഗോലു ടയേർഡായി. എനിക്ക് വളരെ ടയേർഡായിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് കളിക്കാൻ പോകുന്നില്ല. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. കുറച്ചു സമയം റെസ്റ്റ് എടുക്കാൻ പോകുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് ഗോലു തന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ചെന്ന് കിടന്നു. മുത്തശ്ശി ആ മുറിയിലേക്ക് വന്നു. മോനെ ഗോലു, ഇപ്പോൾ കുറച്ചു സമയത്തിന് മുൻപല്ലേ നീ കളിക്കാൻ പോയത്? ഇത്രയും പെട്ടെന്ന് എങ്ങനെയാ മോനെ നീ വന്നത്? എനിക്ക് ടയേർഡായിരിക്കുന്നു മുത്തശ്ശി. ഇത് കേട്ടതും മുത്തശ്ശി ഞെട്ടിപ്പോയി. എത്ര വട്ടം പറയുന്നു ആരോഗ്യമുള്ള ആഹാരം കഴിക്കെന്ന്, പക്ഷെ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ദിവസം മുഴുവൻ ചോക്ലേറ്റ്, മധുരം, കോഫി ഇതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് വല്ലാതെ പ്രശ്നമുണ്ടാക്കും. ഞാൻ നിനക്ക് ആരോഗ്യമായ ഭക്ഷണം ഉണ്ടാക്കി തരാം. ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി കിച്ചണിലേക്ക് ചെന്നു. എന്നിട്ട് പച്ചക്കറികൾ റെഡിയാക്കി. ഇതാ ഗോലു, ഇന്ന് നിനക്ക് ആരോഗ്യമുള്ള ആഹാരം ഉണ്ടാക്കിയിരിക്കാണ്. ഇത് നീ കഴിച്ചേ തീരൂ. നീ റൊട്ടി കഴിക്കാറേ ഇല്ല. ഗോലു മുഖം സങ്കടത്തോടെ വെച്ചുകൊണ്ട് ആ പ്ലേറ്റിലേക്ക് നോക്കി. മുത്തശ്ശി, ഈ പച്ചക്കറികൾ കണ്ടാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. നിങ്ങൾ എനിക്ക് കുറച്ച് കാശ് തരൂ. ഞാൻ പുറത്ത് ചെന്ന് ചോക്ലേറ്റും കോഫിയും വാങ്ങിച്ചു കഴിക്കാം. അതുകൊണ്ട് എന്റെ വയറ് നിറയും. ഇത് കേട്ടതും മുത്തശ്ശിക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഗോലു, അതൊക്കെ നീ കഴിച്ചാൽ നിനക്ക് അസുഖം പിടിക്കും. ഇല്ല, ഞാൻ നിനക്ക് കാശ് തരില്ല. നീ ഇത് വേണമെന്ന് കഴിക്കാൻ. ഗോലു ഒരു ശാഠ്യക്കാരനാണ്. അത് സമ്മതിക്കാൻ അവൻ തയ്യാറായില്ല. പക്ഷേ മുത്തശ്ശി, ഞാൻ ചോക്ലേറ്റും ടോഫിയും മാത്രമേ കഴിക്കൂ. ഗോലുവിന്റെ നിർബന്ധത്തിന് മുൻപ് കുറച്ചു സമയത്തിനകം മുത്തശ്ശി തോറ്റുപോയി. ശരി മോനെ, ശരി, നീ ചോദിക്കുന്നത് പോലെ കാശ് തരാം. നീ പുറത്ത് ചെന്ന് ചോക്ലേറ്റും ടോഫിയും കഴിക്ക്. പക്ഷെ അതിന് നീ ഒരേ ഒരു റൊട്ടിയെങ്കിലും കഴിച്ചേ തീരൂ. നീ തന്നെ നിന്നെ നോക്കിയില്ലേ? കുറച്ചു സമയം ക്രിക്കറ്റ് കളിച്ചതും തളർന്നുപോയി. ഇപ്പോൾ തന്നെ നിന്റെ അവസ്ഥ ഇതാണെങ്കിൽ കുറച്ച് വളർന്നാൽ എന്താകുമെന്ന് ചിന്തിക്ക്. ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി നിർബന്ധിച്ച ഒരു റൊട്ടി അവന് നൽകി.
ഗോലു മുഖം വലിച്ചു വെച്ചുകൊണ്ട് മുത്തശ്ശിയുടെ കൈകൊണ്ട് കഴിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം മുത്തശ്ശി അവന് കാശ് നൽകി. ഗോലു ഉടനെ പുറത്തേക്ക് ചെന്നു. കടയിൽ നിന്നും ചോക്ലേറ്റും ടോഫിയും വാങ്ങി എന്നിട്ട് കഴിക്കാൻ തുടങ്ങി. മുത്തശ്ശിക്ക് വട്ട് പിടിച്ചെന്നാ തോന്നുന്നേ. ടോഫിയും ചോക്ലേറ്റും കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ആ റൊട്ടിയും പച്ചക്കറിയും കഴിക്കുമ്പോൾ എങ്ങനെ കിട്ടുമെന്നാണ്. ഗോലുവിന്റെ മുത്തശ്ശി ദൂരെ നിന്നും ഗോലു ചോക്ലേറ്റ് കഴിക്കുന്നത് നോക്കിക്കൊണ്ട് നിന്നു. അവരുടെ മുഖത്ത് സന്തോഷമില്ല, പക്ഷെ അവരുടെ മുഖത്ത് വിഷമം നന്നായി കാണാൻ സാധിച്ചു. അവർ വിഷമത്തോടെ പറഞ്ഞു, ഇപ്പോൾ ഈ ഗോലുവിനെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. ഞാൻ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇങ്ങനെ വിട്ടാൽ ഗോലുവിനെ വേഗം അസുഖം പിടിക്കും. അടുത്ത ദിവസം മുത്തശ്ശി വളരെ വിഷമത്തിലായിരുന്നു. ഗോലുവിന് വേണ്ടി ആരോഗ്യമുള്ള ആഹാരം ഉണ്ടാക്കുകയായിരുന്നു. അവർ മനസ്സിൽ ഒരു തീരുമാനമെടുത്തു, ഗോലുവിന്റെ ഈ സ്വഭാവം മാറ്റണമെന്ന്. ഇല്ല മുത്തശ്ശി, എനിക്കിപ്പോൾ ഒട്ടും വിശപ്പില്ല. ഞാൻ കളിക്കാൻ പോകുന്നു. ഇത് കേട്ടിട്ട് മുത്തശ്ശി ഞെട്ടിപ്പോയി. ഗോലു വെറുതെ പറയുന്നതാണെന്ന് അവർക്ക് നന്നായി മനസ്സിലായി. നീ വെറുതെ ഇങ്ങനെ കാരണം പറയുന്നത് എനിക്ക് നന്നായി മനസ്സിലാകുന്നു. ഇന്നലെ നിന്റെ കൂട്ടുകാർ നിന്നെ കാണാൻ വന്നപ്പോൾ നിന്നെ കളിക്കാനായി വിളിച്ചു, പക്ഷെ നീ പറ്റില്ലെന്ന് പറഞ്ഞു. ഇന്ന് നിനക്ക് കളിക്കാൻ തോന്നുന്നു അല്ലേ? എനിക്ക് മനസ്സിലായി, ഇതൊക്കെ നിന്റെ ഒരു വെറും കാരണമാണ് നല്ല ആഹാരം കഴിക്കാതിരിക്കാൻ. ഗോലു മുത്തശ്ശിയോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. എന്നിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഓടി വന്നു. ഗ്രൗണ്ടിൽ ചിറ്റുവും മിന്നുവും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോലു അവരുടെ അടുത്തേക്ക് ചെന്നു. അല്ല, ഇന്ന് നിങ്ങൾ രണ്ടുപേരും ക്രിക്കറ്റ് കളിക്കുന്നില്ലേ? ഫുട്ബോൾ ആണോ കളിക്കുന്നത്? നീയും ഞങ്ങളോടൊപ്പം ചേർന്ന് ക്രിക്കറ്റ് കളിക്കണമെന്ന് കരുതി, പക്ഷേ നിനക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് നമ്മൾ ഫുട്ബോൾ കളിക്കാന്ന്. ഞാനും ഫുട്ബോൾ കളിക്കാൻ വരാം. ഇത് കേട്ടതും ചിഞ്ചു ചിരിക്കാൻ തുടങ്ങി. നിനക്കെന്താ വട്ടാണോ? നീ എങ്ങനെയാ ഫുട്ബോൾ കളിക്കാ? ഞങ്ങളെ കണ്ടോ, ഞങ്ങൾ നല്ല ഫിറ്റ് ആയിരിക്കുന്നു. ഞങ്ങൾ ഓടുമ്പോൾ ഞങ്ങൾക്കൊരിക്കലും ശ്വാസം മുട്ടില്ല. ആരോഗ്യമുള്ള ശരീരമുള്ളവരാണ് ഫുട്ബോൾ കളിക്കുന്നത്. പക്ഷെ നീ വളരെ ശോഷിച്ചിരിക്കുകയാണ്. മിന്നു പറഞ്ഞത് കേട്ട് ഗോലു ഞെട്ടിപ്പോയി. അവന്റെ മനസ്സിനെ ഈ കാര്യം വല്ലാതെ ബാധിച്ചു. ആരാ പറഞ്ഞത് ഞാൻ ശോഷിച്ചിരിക്കുകയാണെന്ന്? അല്ല, ഈ ഗ്രാമത്തിലുള്ള എല്ലാരും പറയുന്നു നീ ശോഷിച്ചിരിക്കുകയാണെന്ന്. നീ ആരോഗ്യമുള്ള ആഹാരം കഴിക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. റൊട്ടി കഴിക്കുന്നില്ല, പച്ചക്കറി കഴിക്കുന്നില്ല, വെറും ചോക്ലേറ്റും മിഠായി മാത്രമാണ് കഴിക്കുന്നത്. ഇത് കേട്ടതും ഗോലുവിന് ദേഷ്യം വന്നു. അല്ല, നമ്മുടെ ഗ്രാമത്തിന്റെ പേര് തന്നെ മിഠായിപ്പൂരാണ്. ഗ്രാമത്തിന്റെ പേര് മിഠായിപ്പൂർ എന്നിരുന്നാൽ എന്താ? അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല ആഹാരം കഴിക്കാതെ മിഠായി കഴിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അപ്പോൾ നീ പറയുന്നതിന് അർത്ഥം എന്താണ്? എന്നാൽ ഈ മിഠായി, ചോക്ലേറ്റ് ഇതൊന്നും ആഹാരമല്ലേ? ഇല്ല, മിഠായിയും ചോക്ലേറ്റും യഥാർത്ഥ ആഹാരമല്ല. ശരിക്കും നീ മറന്നതായിരിക്കും. ഇനി കുറച്ചു ദിവസത്തിനകം ഈ മിഠായിപ്പൂർ ഗ്രാമത്തിൽ ആണ്ടുകൂട്ട് ഉത്സവം നടക്കാൻ പോവുകയാണ്. അതിലെല്ലാരും യഥാർത്ഥ ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ അതെല്ലാം തന്നെ ഉത്സവത്തിന് ആഹാരം ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് കൊടുക്കും. ഇപ്പോൾ നമ്മളും വളർന്നു കഴിഞ്ഞു, നമ്മളും അതിൽ പങ്കെടുക്കാം. പക്ഷെ ആ മത്സരത്തിൽ നിനക്ക് പങ്കെടുക്കാനാവില്ല. കാരണം നിനക്ക് യഥാർത്ഥ ഭക്ഷണം എന്നാൽ എന്താണെന്ന് അറിയില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് ചിന്റുവും മിന്റുവും ചിരിക്കാൻ തുടങ്ങി. അവരുടെ ചിരി ഗോലുവിന്റെ ഹൃദയത്തിനെ കീറി മുറിച്ചു. അവൻ വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് തിരികെ വന്നു. ഗോലു വിഷമിച്ചിരിക്കുന്നത് കണ്ട് മുത്തശ്ശി ഞെട്ടിപ്പോയി. അവൻ എപ്പോഴും ചിരിച്ചുകൊണ്ടാ വീട്ടിലേക്ക് വരിക. പക്ഷെ ഇന്ന് അവന്റെ മുഖം വിഷമത്തിലായിരുന്നു. മോനെ ഗോലു, നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? നീ എപ്പോഴും ചിരിച്ചുകൊണ്ടല്ലേ വീട്ടിലേക്ക് വരിക? ഗോലുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ചിന്റു മിന്റു പറഞ്ഞതെല്ലാം തന്നെ അവൻ അവന്റെ മുത്തശ്ശിയോട് പറഞ്ഞു. ചിന്റുവും മിന്റുവും എന്നെ കളിയാക്കി, അവരെന്നെ ശോഷിച്ചവനാണെന്ന് പറഞ്ഞു. പിന്നെ അവരിങ്ങനെയും പറഞ്ഞു, യഥാർത്ഥ ആഹാരം എന്നാൽ എനിക്ക് എന്താണെന്ന് അറിയില്ലെന്ന്. പിന്നെ കുറച്ചു ദിവസത്തിനകം നമ്മുടെ ഗ്രാമത്തെ ആണ്ടുകൂട്ട് ഉത്സവം നടക്കാൻ പോകുന്നെന്ന്. അതിലും ഞാൻ ചേരാൻ കഴിയില്ലെന്ന്. കാരണം യഥാർത്ഥ ഭക്ഷണം എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഗോലു ഏങ്ങി കരയാൻ തുടങ്ങി. ആണ്ടുകൂട്ട് ഉത്സവം ഗ്രാമത്തിന്റെ സന്തോഷമായ ദിവസമായിരുന്നു. ഓരോ കുടുംബവും വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തൊട്ടടുത്ത വീട്ടിലുള്ളവർക്കും സ്വന്തക്കാർക്കും പിന്നെ മുഖ്യമായി അതുപോലെ ആളുകൾക്കും കൊടുക്കും. ആര് ഉത്സവത്തിനുള്ള ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ലയോ അവർക്ക്. ഈ ഉത്സവം വെറും ആഹാരത്തിന് മാത്രമല്ല, അത് പരസ്പര സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും അടയാളമായിരുന്നു. കരയാതെ ഇരിക്കൂ ഗോലു, നിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിന്റെ കൂട്ടുകാർ പറഞ്ഞത് സത്യമാണ്. ഇത് കേട്ടിട്ട് ഗോലു തന്റെ കണ്ണ് തുടച്ചു. ഇപ്പോൾ നിങ്ങളും എന്നെ കളിയാക്കുകയാണോ മുത്തശ്ശി? ഇല്ല, ശരി, ഇത് പറ, നീ കരയുന്നതിനുള്ള യഥാർത്ഥ കാരണം എന്താണ്?
പെട്ടെന്ന് ഗോലുവിന്റെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി. മുത്തശ്ശി, ഞാനും ആ ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് ആ മത്സരത്തിൽ ചേർന്ന് ഞാൻ ജയിക്കണം. അങ്ങനെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ചിന്റുവും മിന്റുവും എന്നെ കളിയാക്കാൻ സാധിക്കില്ല. ശരി മോനെ, പക്ഷേ അതിന് നീ യഥാർത്ഥ ഭക്ഷണം കഴിക്കണം. പിന്നെ അത് ചെയ്യാനും നീ പഠിക്കണം. ഇത് കേട്ടിട്ട് ഗോലുവിന്റെ മുഖത്ത് വീണ്ടും ദേഷ്യം വന്നു. ഇല്ല മുത്തശ്ശി, ഞാൻ ആ മത്സരത്തിൽ സ്വീറ്റ് ആണ് ചെയ്യുക. കാരണം നമ്മുടെ പേര് മിഠായിപ്പൂരാണ്. അതുകൊണ്ട് രുചിയുള്ള ഭക്ഷണം ചെയ്തു വേണം ഈ മത്സരത്തിൽ ഞാൻ ജയിക്കാൻ. മുത്തശ്ശി ആഴ്ന്ന് ചിന്തിക്കാൻ തുടങ്ങി. അവർക്കിപ്പോൾ മനസ്സിലായി ഗോലുവിനെ മനസ്സിലാക്കിപ്പിക്കാൻ എന്തെങ്കിലും പുതിയതായി ചെയ്യണമെന്ന്. എന്നാ ശരി, നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാം. ഗോലുവിന്റെ മുത്തശ്ശി രാത്രി മുഴുവൻ എന്തോ ചിന്തിക്കുകയായിരുന്നു. അവരുടെ മനസ്സിൽ ഗോലുവിന്റെ പിടിവാശി, അവന്റെ ബലഹീനം, പിന്നെ വരുന്ന ഉത്സവത്തെക്കുറിച്ചുള്ള വിഷമം ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവരുടെ മുഖത്ത് ചെറിയ ചിരി വന്നു. എന്തോ ഒരു വഴി അവർ കണ്ടുപിടിച്ചതുപോലെ. അങ്ങനെയെങ്കിൽ ഞാൻ ഇത് വേണം ചെയ്യാൻ. ഈ ഉത്സവം ഗോലുവിനെ മറക്കാൻ കഴിയാത്ത ഒരു പാഠം പഠിപ്പിക്കുന്ന മത്സരമാകണം. ഗോലുവിന്റെ പിടിവാശി, അവൻ അങ്ങനെ ഒരു ആഹാരം ഉണ്ടാക്കണമെന്ന് കരുതുന്നു. അത് രുചിയായിരിക്കണം. ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്. ആരോഗ്യമായ ഭക്ഷണം അവൻ കഴിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അടുത്ത ദിവസം മുത്തശ്ശി ഗോലുവിനടുത്ത് വളരെ രഹസ്യമായി ചെന്നു. അവരുടെ മുഖത്ത് ആത്മവിശ്വാസം നന്നായി കാണാൻ സാധിച്ചു. ഗോലു, നീ ഇന്നലെ പറഞ്ഞത് ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ ഞാൻ തീരുമാനിച്ചും കഴിഞ്ഞു. ഈ വർഷം നമ്മൾ പുതിയതായി എന്തെങ്കിലും ചെയ്യാം. നിനക്ക് ഇഷ്ടപ്പെട്ടതുപോലെ രുചികരമായി, പക്ഷേ ശക്തി തരുന്നതും. ഇത് കേട്ടതും ഗോലുവിന്റെ കണ്ണുകൾ പ്രകാശിച്ചു. രുചിയുള്ളതോ? മുത്തശ്ശി, നിങ്ങൾ എന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചു. എന്നാ പറയൂ, എന്താണത്? തേങ്ങ പൊറോട്ട. ഇത് കേട്ടതും ഗോലുവിന് സന്തോഷമായി. തേങ്ങ പൊറോട്ടയോ? ഞാൻ ഇങ്ങനെ ഒരു പൊറോട്ടയെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഗോലു തന്റെ മുഖം വളരെ വിഷമത്തോടെ വെച്ചിരുന്നു. മുത്തശ്ശി ചിരിച്ചു. നിനക്കറിയില്ല ഗോലു, ഈ പൊറോട്ടയ്ക്കകത്ത് ഒരു രുചികരമായ പട്ടാളം തന്നെ നിറഞ്ഞിരിക്കും. തേങ്ങ, ശർക്കര, പിന്നെ ഏലക്ക ഇതിന് നല്ല രുചി നൽകും. പിന്നെ ഇത് ആരോഗ്യമായതും വയറിനെ നിറയ്ക്കുന്നതുമാണ്. ഇത് കേട്ടതും ഗോലുവിന് സന്തോഷമായി. അങ്ങനെ ഇതാണ് കാര്യമെങ്കിൽ ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ തീർച്ചയായും പഠിക്കാം മുത്തശ്ശി. എന്നാ വാ, നമ്മൾ അടുക്കളയിലേക്ക് ചെല്ലാം. ഇന്ന് നീ വെറും ആഹാരം മാത്രമല്ല കഴിക്കാൻ പോകുന്നത്. ഇന്ന് നീ പഠിക്കാൻ പോവുകയാണ് എങ്ങനെ ആഹാരം ഉണ്ടാക്കണമെന്ന്. കുറച്ചു സമയത്തിനകം അടുക്കളയിൽ ഒരു ആരോഗ്യമായ യാത്ര തുടങ്ങി. മുത്തശ്ശി ഗോതമ്പ് മാവ് എടുത്തു. ഗോലുവിനെ നോക്കി ചിരിച്ചു. ഇതാണ് ശക്തിയുടെ അടയാളം. അവരതിൽ പതുക്കെ പതുക്കെ വെള്ളമൊഴിച്ചു. ധൈര്യം വളരെ പ്രധാനമാണ് ഗോലു. ഇപ്പോൾ ഈ മാവ് നീ വിരവണം. ഗോലു ആ മാവ് വിരവാനായി ശ്രമിച്ചു. ആ മാവ് അവന്റെ കൈകളിൽ വ്യത്യാസമായ ആകൃതിയിൽ വന്നു. അപ്പോഴാണ് ചിന്റുവും മിന്റുവും അവിടേക്ക് വന്നത്. ഏ ഗോലു, ഞങ്ങൾ പറഞ്ഞത് നിന്റെ മനസ്സിൽ കയറിയെന്ന് തോന്നുന്നു. അതെ, ഞാൻ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ തോൽപ്പിക്കും. ഇത് കേട്ടതും ചിന്റുവും മിന്റുവും മിണ്ടാതെയായി. മുത്തശ്ശി ചിരിച്ചു. നിന്റെ കൂട്ടുകാരോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ഗോലു. എപ്പോഴും ഓർമ്മയിരിക്കട്ടെ, എല്ലാവരുടെ കൂടെ ഒന്നിച്ചു നിന്നാലേ നന്നായി വളരാൻ സാധിക്കൂ. നീ നിന്റെ കൂട്ടുകാരെയും നിന്നോടൊപ്പം ചേർത്തോളൂ. അതുകൊണ്ട് നിനക്ക് എളുപ്പം പഠിക്കാനാകും. 8 വയസ്സ് ഗോലുവിന്റെ മനസ്സിൽ ഒന്നുമില്ലായിരുന്നു. അവൻ വീണ്ടും ചിരിച്ചു. ചിന്റുവും മിന്റുവും അവൻ ചിരിക്കുന്നത് കണ്ട് അവനെ കളിയാക്കി. മുത്തശ്ശി ആ സാഹചര്യത്തെ കോമഡിയാക്കി മാറ്റി. മാവെന്നത് നമ്മുടെ ജീവിതം പോലെയാണ്. അത് സ്നേഹത്തോടെ വേണം നമ്മൾ കടന്നു ചെല്ലാൻ. കുറച്ചു സമയത്തിന് ശേഷം മുത്തശ്ശി എന്തു പറഞ്ഞെന്നാൽ അത്ഭുതമായി അതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അവർ തേങ്ങ ഉടച്ചു. ഇതാണ് പ്രകൃതിയുടെ രുചിയുള്ള സമ്മാനം. ഗോലു വളരെ ആശ്ചര്യത്തോടെ അത് നോക്കാൻ തുടങ്ങി. മുത്തശ്ശി അത് വെളുത്ത മഞ്ഞുതുള്ളികൾ പോലെ തേങ്ങയെ തുരുവിയെടുത്തു. എന്നിട്ടത് ശർക്കരയോടൊപ്പം കടായിൽ ചേർത്തു. ശർക്കര പഞ്ചസാരയേക്കാൾ ശരീരത്തിന് ആരോഗ്യമായതാണ്. അത് ശക്തിയും നൽകും. അതിനുശേഷം അവർ ഏലക്ക ഇട്ടു. ഇതാണ് മാന്ത്രിക വാസന.
മുത്തശ്ശിയുടെ അടുക്കള ഉത്സവം പോലെ മണം കൊണ്ട് നിറഞ്ഞു. ഗോലു ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അതായത് സാധാരണ സാധനങ്ങൾ വെച്ച് എത്ര രുചികരമായ ആഹാരം ഉണ്ടാക്കുന്നുവെന്ന്. റെസിപ്പി എന്നത് വെറും സാധനങ്ങൾ മാത്രമല്ല, അത് നോക്കി നോക്കി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്നേഹവും ഉണ്ടായിരിക്കണം. ഗോലുവിന് അപ്പോഴാണ് മനസ്സിലായത്, മാർക്കറ്റിൽ വിൽക്കുന്ന മിഠായികൾ ഉടനെ കിട്ടും, പക്ഷെ വീട്ടിലുണ്ടാക്കുന്നതിൽ സ്നേഹവും കരുതലും ഉണ്ടായിരിക്കും. മുത്തശ്ശി വളരെ പതുക്കെ ആ കൂട്ട് മാവിനകത്ത് വെച്ചു. ഇനി ഇത് പരത്തോ. ഗോലു പരത്താൻ തുടങ്ങി. തുടക്കത്തിൽ കൂട്ട് പുറത്തേക്ക് വന്നു. ചിണ്ടുവും മിണ്ടുവും വീണ്ടും ചിരിച്ചു. ഗോലു കുറച്ചു സമയം നാണിച്ചു. തെറ്റ് വീണ്ടും തിരുത്തി നന്നാകാം. നിന്റെ കൂട്ടുകാർ ചിരിക്കുന്നത് കണ്ട് നീ ദേഷ്യപ്പെടരുത്. ഗോലു ചിരിക്കാൻ തുടങ്ങി. പിന്നെ പതിയെ പതിയെ ശരിയായ രീതിയിൽ പൊറോട്ട പരത്താൻ പഠിച്ചു. ഏതോ രുചികരമായ രഹസ്യം മറയ്ക്കുന്നത് പോലെ. അവസാനം തവായിൽ മുത്തശ്ശി ഗീ തടവി. എന്നിട്ട് പൊറോട്ട ചുട്ടെടുത്തു. സ്വർണ്ണ നിറത്തിൽ രുചികരമായ പൊറോട്ട ചെറുതായി പൊന്താൻ തുടങ്ങി. കാണാൻ തന്നെ വളരെ നന്നായിരുന്നു. ഗോലു ഒരു വായ എടുത്ത് കഴിച്ചു. അവൻ ഞെട്ടിപ്പോയി. മുത്തശ്ശി, ഇതിന്റെ രുചി വിചാരിച്ചതിനേക്കാളും രുചികരമായും നന്നായിട്ടുമുണ്ട്. പിന്നെ ഇത് കഴിക്കാൻ വളരെ സന്തോഷം തോന്നുന്നു. ആദ്യമായി ഗോലുവിന് മനസ്സിലാകാൻ തുടങ്ങി, ശരീരത്തിന് ആരോഗ്യമായ ആഹാരം പോലും രുചികരമായിരിക്കുമെന്ന്. മുത്തശ്ശി, ഈ കൂട്ടുത്സവത്തിന് ഞാൻ ഒരുപാട് തേങ്ങാ പൊറോട്ട ചെയ്യാൻ പോവുകയാണ്. ഇത് കേട്ടതും ചിണ്ടുവും മിണ്ടുവും അവനെ നോക്കാൻ തുടങ്ങി. നീ ഞങ്ങളെയും ഇതിൽ ചേർക്കുമോ? അതെ അതെ, തീർച്ചയായും. ഗോലു പറഞ്ഞത് കേട്ടിട്ട് ചിണ്ടുവും മിണ്ടുവും ചിരിച്ചു. ആ അടുക്കളയിൽ പൊറോട്ടയുടെ വാസന മാത്രമല്ല, സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ദാഹവും അടങ്ങാൻ തുടങ്ങി. കുറച്ചു ദിവസത്തിനകം ആ ഉത്സവവും വന്നു. ഗ്രാമം മുഴുവൻ വർണ്ണ അലങ്കാരങ്ങൾ, സംഗീതവും സന്തോഷവും നിറഞ്ഞിരുന്നു. ഓരോ കുടുംബവും സ്പെഷ്യലായി എന്തോ ഒന്ന് കൊണ്ടുവരുന്നു. ഒരു സ്ഥലത്ത് പായാസത്തിന്റെ വാസന, ഒരു സ്ഥലത്ത് പുകയുടെ മണം വന്നു. ചില സ്ഥലങ്ങളിൽ പൂരിയും ലഡുവും വച്ചിരുന്നു. ആ സ്ഥലം മുഴുവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. ഗോലു വളരെ സന്തോഷത്തോടെ തേങ്ങാ പൊറോട്ട എടുത്തുകൊണ്ട് വന്നു. അവന്റെ മുഖത്ത് ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു. ഗോലു, ഇത് സാധാരണ പൊറോട്ട പോലെയുണ്ടല്ലോ. ഒരു വട്ടം നീ കഴിച്ചാൽ പിന്നെ ഇത് നീ ഒരിക്കലും മറക്കില്ല. ആ ചെറിയ കുട്ടി ആ ചെറിയ പൊറോട്ട കഴിച്ചതും അവൾ ആകെ ഞെട്ടിപ്പോയി. ഇത് വളരെ നന്നായിട്ടുണ്ട്. ഇതുപോലെ രുചികരമായ ഒരു പൊറോട്ട എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. ഇത് കേട്ടിട്ട് കുട്ടികളെല്ലാവരും പൊറോട്ട കഴിക്കാൻ തുടങ്ങി. പിന്നെ ഓരോരുത്തരായി എല്ലാരും ഞെട്ടിപ്പോയി. കുറച്ചു സമയത്തിനകം ഗോലു കൊണ്ടുവന്ന ആഹാരം ആ ഉത്സവത്തിൽ എല്ലാവർക്കും ആകർഷിക്കപ്പെട്ടു. അപ്പോഴാണ് ഗോലു ഒരു ചെറിയ കുട്ടിയെ ശ്രദ്ധിച്ചത്. അവൾ അവിടെ നിന്നും ഒരുപാട് ദൂരെ തനിച്ചിരിക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് ഉത്സവത്തിന്റെ സന്തോഷമില്ല, ആകെ വിഷമിച്ചിരുന്നു. നീ എന്തിനാ ഇവിടെ വിഷമിച്ചിരിക്കുന്നത്? എല്ലാ കുട്ടികളും സന്തോഷത്തോടെ ഇരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. അത് ശരി, നിന്റെ പേരെന്താ? എന്റെ പേര് റാണിയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് റാണി തന്റെ വയറ്റിൽ പിടിച്ചു. ഞാൻ രാവിലെ മുതൽ ഒന്നും തന്നെ കഴിച്ചില്ല. ഇത് കേട്ടിട്ട് ഗോലുവിന് സങ്കടം തോന്നി. പക്ഷെ എന്തുകൊണ്ടാ? എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. അവർക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ ഉത്സവത്തിനുള്ള ആഹാരം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഗോലുവിന് മുത്തശ്ശി പറഞ്ഞത് ഓർമ്മ വന്നു. ആഹാരം എന്നത് എല്ലാവർക്കും പങ്കുവെക്കാനും സ്നേഹിക്കാനുമുള്ള ഒന്നാണ്. ഒരു ക്ഷണം പോലും പാഴാക്കാതെ അവൻ തന്റെ കുട്ടയിൽ നിന്നും ഒരു വലിയ രുചികരമായ തേങ്ങാ പൊറോട്ട എടുത്തു. റാണിക്ക് അത് നൽകി. റാണി കുറേശ്ശെ കുറേശ്ശെ അത് കഴിക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഈ പൊറോട്ട വീട്ടിൽ കഴിക്കുന്നത് പോലെ രുചിയായിട്ടുണ്ട്. ഗോലുവിന്റെ മനസ്സിൽ ഒരു വ്യത്യാസമായ സന്തോഷം വന്നു. ആ സന്തോഷം മധുരം കഴിക്കുന്നതിനേക്കാളും നന്നായിരുന്നു. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സന്തോഷം. മുത്തശ്ശി ദൂരെ നിന്നും ഇതൊക്കെ കാണുകയായിരുന്നു. അവർക്ക് വളരെ സന്തോഷം തോന്നി. അവർക്ക് മനസ്സിലായി അവരുടെ പാഠം വിജയിച്ചുവെന്ന്. ഗോലു റെസിപ്പി മാത്രം പഠിച്ചില്ല, അവൻ സ്നേഹം എന്നാൽ എന്താണെന്നും പഠിച്ചു. അന്ന് രാത്രി ഗോലു മുത്തശ്ശിയുടെ അടുത്തിരിക്കുകയായിരുന്നു. അവന്റെ മുഖത്ത് പണ്ടത്തെ പോലെ പിടിവാശിയില്ല, ശാന്തതയുണ്ടായിരുന്നു. മുത്തശ്ശി, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ആഹാരം എന്നത് രുചിക്ക് വേണ്ടി മാത്രമല്ല. ആഹാരം വെറുതെ കളയരുത്. ആഹാരം എന്നത് ഒരു അനുഗ്രഹമാണ്. ഓരോ ആഹാരത്തിലെയും ഏറ്റവും രുചികരം എന്തെന്നാൽ മറ്റുള്ളവർക്ക് അത് കൊടുത്തു കഴിക്കുന്നതാണ്.
മുത്തശ്ശി ചിരിച്ചു. അവരുടെ മുഖത്ത് ഒരു തൃപ്തി ഉണ്ടായിരുന്നു. കാലങ്ങൾ പോകും തോറും മിഠായി പൂരിൽ തേങ്ങാ പൊറോട്ട ഒരു പാരമ്പര്യമായി മാറി. ഇപ്പോൾ ഓരോ വർഷവും ഈ ഉത്സവത്തിൽ തേങ്ങാ പൊറോട്ട തീർച്ചയായും ചെയ്യും. ഗോലു ഇപ്പോൾ മധുരം മാത്രം കഴിക്കുന്ന ഒരു കുട്ടിയല്ല, രുചിയുള്ള മനസ്സിന്റെ ഒരു ഉടമയായി മാറി. യഥാർത്ഥ രുചി എന്നത് പഞ്ചസാരയിലല്ല, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലാണുള്ളത്.